ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് വ്ളോഗ്സ്. അപ്പോഴുണ്ടല്ലോ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ചാൽ MR ഗോൾഡ് ആൻഡ് സിൽവർ ഷോപ്പിലാണ് ഇതുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അടിവാടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട തുടങ്ങിയിട്ട് കുറച്ചായി, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ രാത്രി കമ്മൽ ചാടിപ്പോയിട്ടോ. ഓൾറെഡി നമ്മൾ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മൽ ചാടിപ്പോയിട്ട് രാവിലെ ആയ സമയത്ത് ഞാൻ ഇടാൻ നോക്കിയപ്പോൾ അതിൽ കായ വന്ന് അടഞ്ഞിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രാത്രി ഉറക്കത്തിലാണ് ചാടിപ്പോയത്, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വന്നേക്കാണ്. ഇവിടെ വന്ന ആ ചേട്ടൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്നേക്കാണ്. അപ്പോൾ ആ ചേട്ടൻ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയേക്കാണ് കേട്ടോ. കാലാമ്പൂരാണ് ആ ചേട്ടൻ്റെ വീടുള്ളത്. അപ്പോൾ ആ ചേട്ടൻ വന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൊലുസ് കണ്ടു കേട്ടോ. കൊലുസ് നോക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ രണ്ട് കാര്യത്തിനും കൂടെ വന്നത്. കൊലുസ് ഈ കടയിൽ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടിട്ട് ഇത് ഈ കടയിൽ നിന്നാണ് മേടിച്ചതെന്ന് അറിഞ്ഞ് അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് കേട്ടോ ഈ ഒരു കട. അപ്പോൾ ഈ ഒരു കൊലുസ് ഫാൻസി ആയിട്ടാണ്, ഫാൻസി സിൽവറാണെന്ന് തോന്നുന്നു. സിൽവർ ആണോ എന്ന് എനിക്കറിയില്ല, ഫാൻസിയാണ്. ഏതായാലും 300 രൂപയ്ക്കാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ കൊലുസാണത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് പാകത്തിനുള്ള അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് അത് റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാത് കുത്തുന്നതിന് മുന്നേ തന്നെ അതൊക്കെ റെഡിയാക്കി, കാരണം പിന്നെ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അത് വേഗം നമ്മൾ റെഡിയാക്കി എടുത്തു. നമ്മൾ ബ്ലൂ കളറാണ് എടുത്തത്. മെറൂൺ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഹാഷ് കളർ ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം നമ്മൾ ബ്ലൂ കളറാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കറക്റ്റിന് പാകത്തിന് കട്ട് ചെയ്ത് മുറിച്ചൊക്കെ തന്ന് അത് കഴിഞ്ഞ് നമ്മൾ കാത് കുത്തിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നേ. ആദ്യത്തെ കുത്തിയപ്പോൾ അത്രയും അങ്ങ് കരച്ചിലുണ്ടായിരുന്നില്ല. അന്നേരം അറിയത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ കുത്തലും കഴിഞ്ഞു. ആ ഒരു കുത്തിയ സമയത്ത് മാത്രമാണ് അന്നേരം കരഞ്ഞുള്ളൂ. പക്ഷേ ഈ സമയത്ത് കുത്തുന്നതിന് മുന്നേ മുതൽ ആൾ കരച്ചിലും തുടങ്ങി. ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം ആൾക്ക് കരയാനുള്ളൊരു എന്താ പറയുക, കരയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, അതുപോലെ ഇക്കാക്കും ഭയങ്കര വിഷമമായിട്ടാണ് രണ്ടാമത് കാത് കുത്തിയപ്പോൾ. അങ്ങനെ രണ്ട് കമ്മലും അതിൻ്റെ പിരി ടൈറ്റാക്കി തരുകയും ചെയ്തു കേട്ടോ. അങ്ങനെ കാതും കുത്തി. അപ്പോൾ കാത് കുത്തണേന് അത് നിങ്ങളെന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ ഇട്ടുകൊടുത്ത് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പിള്ളേരുടെ സ്കൂളിലേക്കാണ് പോകുന്നത്. മാലിക് ദീനാറിലാണ് അവർ പഠിക്കുന്നത്. അടിവാടുള്ള മാലിക് ദീനാർ എന്ന് പറഞ്ഞ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ മൂന്നാമത്തവനെയും കൂടെയും സ്കൂളിൽ ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അവനെ ഈ സ്കൂളിൽ തന്നെ ചേർക്കാമെന്നാണ് വിചാരിച്ചേക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മൂത്ത ആളെ മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന സമയത്ത് അവൻ്റെ ക്ലാസ് മാം പറഞ്ഞു, ഏതായാലും UP സെക്ഷൻ തീരാറായില്ല, ഈ ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ UP സെക്ഷൻ കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലോട്ട് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് CBSE ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ മാറ്റണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ തീരുമാനം മാറ്റി. ഈ വർഷം കൂടെ മൂത്ത ആൾ അവിടെ തന്നെ വിടാമെന്ന് വിചാരിച്ചു. അവൻ 7th-ലാണ്, രണ്ടാമത്തവൻ 3rd-ലേക്കും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തവനെ LKG-ലേക്കാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 3 പേർക്കുള്ള ബുക്കും പുസ്തകവും പിന്നെ അതുപോലെ തന്നെ യൂണിഫോമും എടുത്തു കേട്ടോ. 3 പേർക്ക് യൂണിഫോം എടുത്തു. പിന്നെ മൂന്നാമത് കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു അഡ്മിഷനിൽ കുറച്ച് പൈസ ഇളവുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഫീസിലും കുറച്ച് ഇളവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ മൂത്തവനെ എന്തായാലും ഈ വർഷം കൂടി അവിടെ നിർത്താമെന്ന് വിചാരിച്ചത്. കാരണം 3 പേരും കൂടെ ആയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ഫീസും കാര്യങ്ങളും നമ്മളെയും കൊണ്ട് താങ്ങാവുന്നതിലപ്പുറമായി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ ഒരു വർഷം കൂടെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഉരുട്ടി പുരട്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേക്കാണ്. എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ മാറ്റും കേട്ടോ. KG സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ നല്ല മഴയാണ് കേട്ടോ. മഴയത്താണ് നമ്മളവിടെ ചെന്നത്. മഴയാണെങ്കിലും അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ബുക്കും പുസ്തകവും യൂണിഫോമൊക്കെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാ വരാത്ത. അപ്പോൾ ആ ദിവസം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ബാഗും പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലും പിന്നെ ഒരു കളറും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ 2 മഞ്ചും ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്കും പുസ്തകം മേടിക്കാൻ ചെന്നപ്പോൾ നമുക്ക് ബാഗും കിട്ടി. അപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ ബാഗാണ് കിട്ടിയത്. നമ്മുടെ കുഞ്ഞുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും പിന്നെ കളറും പിന്നെ 2 മഞ്ചും. അങ്ങനെ അതേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. അത്യാവശ്യം 3 പേരുടെ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. വീട്ടിലേക്കല്ല, നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങാറ് കേട്ടോ. കാരണം എപ്പോഴും അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങാറ്. കാരണം നമ്മുടെ കയ്യിൽ മെയിനായിട്ട് വണ്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വണ്ടി കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വിനുചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇക്കടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ്റെ വണ്ടിയാണിത്.
അപ്പോൾ പിറ്റേന്ന് ഉമ്മച്ചിനെയും കൊണ്ട് LF തിമിരത്തിന് ഓപ്പറേഷത്തിന് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് വന്നേക്കണേ. അങ്ങനെ അതേ നമ്മൾ നേരെ പോയത് നമ്മുടെ മുഹമ്മദിനെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാനായിട്ടാണ്. അവനെ സ്കൂളിൽ ചേർത്തെങ്കിലും ജൂലൈ സെക്കൻഡ് വീക്കിലൊക്കെയാണ്, സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ടാണ് സാധാരണ ക്ലാസ് തുടങ്ങാറ്. ഈ തവണ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അതുവരെ അംഗൻവാടി പോട്ടെ എന്ന് തന്നെയാണ് വിചാരിച്ചേക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ബഹളമായിരിക്കും. അപ്പോൾ ഞങ്ങൾ നേരെ പോയി അവനെ വിളിക്കാൻ ചെന്നു. അപ്പോൾ അവനോട് സ്കൂളിൽ ചേർത്തു, ബാഗ് കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവൻ്റെ ഒരു ഫേസിൽ നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ബാഗ് സ്പൈഡർമാൻ്റെ ഒക്കെ ആണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായി ആൾ. 2 മഞ്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ 2 മഞ്ച് മൂത്ത ആൾ 50 ആക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുറേശ്ശെ കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോത്താനിക്കാടിനാണ് പോകുന്നത് കേട്ടോ. പോത്താനിക്കാട് നമുക്കവിടെ മഠത്തിൽ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അവിടെ നമുക്കൊന്ന് ഡോക്ടറെ കാണാനുണ്ട്. വേറെ ഒന്നല്ല, നമുക്ക് PCOD പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തു, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഈ PCOD ഒരു പ്രശ്നമാണ്, അതിന് വെയിറ്റ് ലോസ് തന്നെയാണ് ഒരു പരിഹാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഹോർമോണും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ടൊക്കെ ടാബ്ലറ്റ് തന്നു. പിന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. ഇത് തന്നെ എല്ലാവരും പറയണം കേട്ടോ. നമ്മുടെ അടുത്ത് ഷുഗർ, മൈദ, പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, ഈ 3 കാര്യങ്ങളാണ് പറയണത്. അതിൽ ഷുഗറും മൈദയും ഒഴിവാക്കുമ്പോൾ തന്നെ പകുതി വെയിറ്റ് ലോസ് ആവുമെന്നാണ് അവർ പറയണത്. അങ്ങനെ ടാബ്ലറ്റൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അന്നേരം ദേ മഴയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേ മഴ തുടങ്ങിയതാണ്. അങ്ങനെ ദേ നമ്മുടെ മഠത്തിൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതേ കാർ എടുത്തിട്ട് ഇക്ക വരാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനും കുഞ്ഞോളും ഇക്കായും കൂടെയാണ് ഡോക്ടറെ കാണാൻ നിന്നത്. ബാക്കി 3 പേരും കാറിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇനി അവിടെ കിടന്ന് ആകെ ബഹളം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബേക്കറി കയറി വൈകുന്നേരത്തേക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പുറത്ത് പോകാറ്. പല കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകാറ്. അങ്ങനെ അതേ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. ബുക്കും പുസ്തകവും യൂണിഫോമും എല്ലാം എടുത്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കുക്കർ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ നന്നാക്കാനായിട്ട്. അപ്പോൾ അതും നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ചായയൊക്കെ വെച്ചു, ചായ കുടിക്കാനായിട്ടാണ്. കുഞ്ഞുങ്ങൾ പുതിയ പാദസരമൊക്കെ ഇട്ട് ഇക്കാക്കന്മാരുടെ കൂടെ കളിക്കാനിട്ടാ. അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ആൾ. ചായക്കൊക്കെ സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ സമൂസ കഴിച്ചു കേട്ടോ. മുട്ട വെച്ചിട്ടുള്ള സമൂസ ആയിരുന്നേ, നമ്മൾ പപ്സ് ഉണ്ടാക്കുന്ന മാതിരി തന്നെ കേട്ടോ. അപ്പോൾ പിള്ളേരതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കോക്കനട്ടിൻ്റെ ദിൽക്കുഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും പീസാക്കിയിട്ട് എല്ലാവരും കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂട്ടാക്കി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക് യു. ബൈ.